ചെയ്തു, പിന്നെ നമ്മുടെ പുൽക്കൂട് മേഞ്ഞു, പിന്നെ മണ്ണൊക്കെ ഇട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയാക്കി. പിന്നെ ഇന്നാണെങ്കിൽ നമ്മൾ തിനയാണ് നമ്മളിവിടെ പുല്ലായിട്ട് ഇങ്ങനെ മുളച്ച് വരാൻ വേണ്ടി നമ്മൾ തിനയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിനി കുളം, കിണർ, വെള്ളച്ചാട്ടം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും താമസിക്കാതെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മളപ്പം ഇപ്പോൾ കുളമാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇരുന്ന മണ്ണ് നമുക്ക് വേണ്ട സൈസിൽ നമ്മളത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വിരിക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പാർപ്പൊടി സിമെൻറ്റ്, എംസാൻഡ് സിമെൻറ്റ് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മളൊരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാണിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിമെൻ്റൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പരത്താൻ പോവാണ്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കോൺക്രീറ്റൊക്കെ നമ്മൾ ആ കുളത്തിൻ്റെ ആ ഒരു രൂപത്തിൽ നമ്മൾ കോൺക്രീറ്റൊക്കെ നമ്മൾ നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് ഉണങ്ങാൻ വെക്കണം. ഒരു ദിവസമെങ്കിലും നല്ലപോലെ ഉണങ്ങാൻ വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഡ്രൈ ആക്കി കിട്ടുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ലീക്കേജ് ഒന്നും ഇല്ലാതെ നമുക്കിത് നേരെയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇത് ഡ്രൈ ആവുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പോണ്ടൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പോണ്ടിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു പാലം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി പാലം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുളം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് പാലം സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തെർമോക്കോൾ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാലത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. പാലം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ഗ്യാപ്പിട്ട് നമ്മൾ ആ പാലത്തിൻ്റെ ഒരു ഡിസൈനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻ്റ് അടിക്കുകയാണ് അടുത്തത്. നമ്മൾ പാലത്തിന് പെയിൻ്റ് അടിക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ബ്രൗൺ പെയിൻ്റാണ്. പിന്നെ നമ്മൾ ബ്രഷ് വെച്ചല്ല, നമ്മൾ ഈ കോട്ടൺ വേസ്റ്റ് വെച്ചാണ് നമ്മളിത് ഇങ്ങനെ പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പെയിൻ്റ് അടിക്കുന്നതാണ്. നമ്മുടെ പാലം പെയിൻ്റൊക്കെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിനി ഇത് നമ്മുടെ പൊണ്ണ് വെള്ളമായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാലമൊക്കെ ഇന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കിണർ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ നമുക്കിനി കിണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കിണർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനത് തെർമോക്കോൾ വെച്ചാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ തെർമോക്കോൾ ഇങ്ങനെ റിങ്ങിൽ കട്ട് ചെയ്ത് അടിയിലൊരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് വെച്ച് നമ്മളത് പെയിൻറ്റ് ചെയ്തെടുത്താണ് നമ്മുടെ ഈ കിണർ. ഇനി ഇതും കൂടെ നമ്മുടെ പുൽക്കൂടിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കിണർ നമ്മളിത് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ കിണറൊക്കെ നമ്മളത് അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇന്ന് പാർട്ട് 2 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ നാളെ പാർട്ട് 3 എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.